ഹായ് ഓൾ. അപ്പോൾ 10th ബോർഡ് എക്സാം കഴിഞ്ഞ് നമ്മളിതാ ക്ലാസ് 11 CBSE പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ മക്കളെ 10th CBSE ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും +1 CBSE ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓരോ ചാപ്റ്റേഴ്സും ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഓരോ സബ്ജക്റ്റ് ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ 10th ബോർഡ് എക്സാമിൽ മാത്തമാറ്റിക്സിൻ്റെ ചാപ്റ്റേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് +1 നമ്മുടെ CBSE മാത്തമാറ്റിക്സ് ചാപ്റ്റേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ എന്താണ് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതായത് +1 മാത്തമാറ്റിക്സിൽ മൊത്തം നമുക്ക് 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ ഒരു 14 ചാപ്റ്റേഴ്സിൽ ഭൂരിഭാഗം ചാപ്റ്റേഴ്സും +2 നമുക്ക് ആവശ്യമുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ്. പലരും ചിന്തിക്കാറുണ്ട് +2 ബോർഡ് എക്സാം ആണ് ഇമ്പോർട്ടൻറ്റ്, അതുകൊണ്ട് +1 ബോർഡ് എക്സാം ഇല്ലാത്തത് കൊണ്ട് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ഒരുപാട് പേര് ചിന്തിക്കുന്ന കാര്യമാണ്. പക്ഷേ +1 അവിടെ എല്ലാ ബേസിക്സും ഉള്ളത്. നിങ്ങൾ ബോർഡ് എക്സാമിൽ ഉപയോഗിക്കുന്ന എല്ലാ കോൺസെപ്റ്റും ഉള്ളത് +1 തന്നെയാണ്. ബേസിക്സ് സെറ്റ് ആവേണ്ടത് എവിടെയാണ്? +1. അതായത് മിസ് ഓരോ ചാപ്റ്റേഴ്സ് പറയുവാണെങ്കിൽ, അതായത് പല ചാപ്റ്റേഴ്സ് മിസ് പറഞ്ഞു കഴിഞ്ഞു +1 കണ്ടിന്യൂഷൻ ആയിട്ട് +2 വരാറുണ്ട്. അതേപോലെ +1 ഒന്നാമത്തെ ചാപ്റ്റർ ആണ് സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. വളരെ രസകരമായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. വളരെ എളുപ്പത്തിൽ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയ ചാപ്റ്റർ ആണ് സെറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ +1 +2 ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഭൂരിഭാഗം കോൺസെപ്റ്റിന്റെ ബേസിക്സ് ഉള്ളത് ഈ ഒരു ചാപ്റ്ററിൽ തന്നെയാണ്. രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, പലർക്കും അറിയാമായിരിക്കും, +2 നമുക്ക് ബോർഡ് എക്സാമിന് ഇതേ നെയിമുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. അതായത് +2 രണ്ടാമത്തെ ചാപ്റ്റർ അല്ല, ഒന്നാമത്തെ ചാപ്റ്റർ എന്താണ്? റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് തന്നെയാണ്. നിങ്ങൾ +1 എന്ത് ചെയ്യുന്നു? എന്താണ് റിലേഷൻസ് എന്ന് പഠിക്കുന്നു, എന്താണ് ഫംഗ്ഷൻസ് എന്ന് പഠിക്കുന്നു. അതിന്റെ അഡ്വാൻസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് +2 ഈ ഒരു ചാപ്റ്ററിലാണ്. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പം നമ്മൾ 10th ഉപയോഗിച്ചിരിക്കുന്ന ചാപ്റ്റർ തന്നെയാണ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങോളം ഇങ്ങോളം ഉപയോഗിക്കാനുള്ള എല്ലാ ഫോർമുലാസും ഉള്ളത് ഈ ഒരു ചാപ്റ്ററിലാണ്. അത്രയധികം ഫോർമുലാസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിപ്പോൾ നമ്മൾ +1 വരുവാണെങ്കിൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ട്രിഗണോമെട്രിയുടെ ഫോർമുലാസ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ +2 കാൽക്കുലസിൽ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും ചെയ്യാനുള്ളത് ട്രിഗണോമെട്രിയുടെ ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. ഈ ഫോർമുലാസ് എല്ലാം ഉള്ളത് എവിടെയാണ്? ഈ ഒരു +1 ക്ലാസ്സിലാണ്. അപ്പോൾ ഇത് പഠിക്കാതെ നമ്മൾ +2 പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ട്രിഗണോമെട്രി ചാപ്റ്ററിലുള്ള ഫോർമുലാസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ +2 വരുമ്പം ഇതേപോലെ തന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ തന്നെയുണ്ട് നമുക്ക്. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ് നാലാമത്തേക്ക് വരുമ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. പുതുതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്പേഴ്സ് പഠിക്കുകയാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അത് +2 അധികം യൂസ് ചെയ്യാനില്ല. ഇനി നാലാമത്തെ കഴിഞ്ഞ് നമ്മൾ അഞ്ചാമത്തേക്ക് വരുമ്പം ലീനിയർ ഇൻഇക്വാലിറ്റി ആണ് ചാപ്റ്റർ. വളരെ ചെറിയ ചാപ്റ്റർ ആണ്, കുറച്ച് കോൺസെപ്റ്റ് മാത്രം പഠിക്കാനുള്ള ചാപ്റ്റർ ആണ്. ഗ്രാഫിക്കൽ സൊല്യൂഷൻസും ഒന്നും തന്നെ ഇല്ലാതെ ഇൻഇക്വാലിറ്റി സോൾവിങ് മാത്രമുള്ളൊരു ചാപ്റ്റർ ആണ്. പക്ഷേ ഈ ഒരു ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് +2 ലീനിയർ പ്രോഗ്രാം പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് LPP എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഒരു LPP പറഞ്ഞ ചാപ്റ്ററിലാണ് +1 പഠിച്ചിരിക്കുന്ന ലീനിയർ ഇൻഇക്വാലിറ്റിയുള്ള എല്ലാ കോൺസെപ്റ്റും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെയാണ് +1 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ചാപ്റ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് +1 ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള 2 ചാപ്റ്റേഴ്സ് ആണ്, ഒന്ന് ട്രിഗണോമെട്രിയും ഒന്ന് ലിമിറ്റ്സും. ഈ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവിന്റെ മുഴുവൻ കോൺസെപ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് +2 +2 കണ്ടിന്യൂറ്റിയിൽ ചെയ്യാനുണ്ട്, ഇന്റഗ്രേഷനിൽ നമുക്ക് ആവശ്യമുണ്ട്, അങ്ങോളം ഇങ്ങോളം എന്ത് ചെയ്യാണ്? ലിമിറ്റ്സിന്റെ കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് പറയുവാണെങ്കിൽ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻസ് ആയിക്കോട്ടെ, കോണിക് സെക്ഷൻ ആയിക്കോട്ടെ മക്കളെ, അവിടെ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരുപാട് ഷേപ്പുകളാണ്. പരാബോള, എലിപ്സ്, സ്ട്രെയിറ്റ് ലൈൻസ്, അങ്ങനെ ഒരുപാട് ഷേപ്പുകൾ പരിചയപ്പെടുന്നു. ഈ ഷേപ്പുകളൊക്കെ നമുക്ക് കാൽക്കുലസിൽ +2 അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഉപയോഗിക്കാനുണ്ട്. പല ഫോർമുലാസും നമുക്ക് ഇവിടെ പഠിക്കുന്നു, അത് അവിടെ യൂസ് ചെയ്യുന്നു, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പലരും ചിന്തിക്കുന്ന കാര്യം തന്നെയാണ് +1 ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ള കാര്യം. എനിക്ക് പറയാനുള്ളത് പല ചാപ്റ്റേഴ്സ്, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ മിസ് പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ ഭൂരിഭാഗം ചാപ്റ്റേഴ്സും എന്താണ്? +2 അങ്ങോളം ഇങ്ങോളം ഉപയോഗിക്കുന്ന ചാപ്റ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ തന്നെ, തുടക്കം മുതൽ തന്നെ ഗംഭീരമായിട്ട് പഠിക്കേണ്ടത് ആവശ്യമുള്ള കാര്യമാണ്. നമ്മൾ അഗ്നി ബാച്ചിൽ ഓൾറെഡി എന്ത് ചെയ്തു? ക്ലാസ് 11 ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ കുറേ പേര് എന്ത് ചെയ്യാനുണ്ട്? ഇനി ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ട്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ക്ലാസ് 11 CBSE അഗ്നി ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക എന്നുള്ളത്. മക്കൾ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. താഴെ ഒരു നമ്പർ ഉണ്ടായിരിക്കും, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പം തന്നെ എന്ത് ചെയ്യുക? അഡ്മിഷൻ കൺഫേം ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? അഗ്നി ബാച്ചിൽ കാണാം.